തൃശ്ശൂരിലേക്ക് പോയാൽ അവിടെ 77.11% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. MS ലിഷോയ് വിവരങ്ങളുമായി അവിടെ നിന്നും ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. തൃശ്ശൂരിലെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോളിംഗ് ശതമാനം അല്പം കുറവാണ്. ആർക്കാണ് സാധ്യത എന്നത് തീരുമാനിക്കുന്ന ദിവസങ്ങളാണ്. അവിടെ എങ്ങനെയാണ് വിലയിരുത്തൽ മുന്നോട്ട് പോകുന്നത്? മോത്തി, അതായത് തൃശ്ശൂരിൽ ഒരു വലിയ പോരാട്ടം നടന്ന ഒരിടമാണ്. അതായത് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം, അതിനോടൊപ്പം തന്നെ മണലൂരും. മാത്രമല്ല, ഈ ഒരു അവസാന ഘട്ടം എത്തിയ ഒരു സമയത്ത് മറ്റ് മണ്ഡലങ്ങളൊക്കെ തന്നെ വലിയ പോരാട്ടം കാഴ്ചവെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടന്നത് അതായത് തൃശ്ശൂരിലും മണലൂരിലും മാത്രമല്ല, കൂടാതെ ഇരിങ്ങാലക്കുടയിലും കൊടുങ്ങല്ലൂരിലും ഒക്കെ തന്നെ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് അവസാന സമയങ്ങളിലൊക്കെ തന്നെ കൊട്ടിക്കലാശത്തിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് ചില ആശങ്കകൾ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം അതിൽ കൃത്യമായൊരു കണക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, അതായത് ഈ SIRന് ശേഷം ഒരുപാട് വോട്ടുകൾ അതിൽ നിന്ന് ഈ ലിസ്റ്റിൽ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലിസ്റ്റിൽ നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായും വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടും. അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ഇടതുപക്ഷത്തിനാണോ? സാധാരണഗതിയിൽ മുൻപൊക്കെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് പോളിംഗ് ശതമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് UDFന് അനുകൂലമാകുമെന്നുള്ളതാണ്. പക്ഷേ UDFന് പോലും ഇത്തവണത്തെ പോളിംഗ് ശതമാനം ഉയർന്നതിൽ ആശങ്കയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ UDF കഴിഞ്ഞ തവണ ജില്ലയിൽ വളരെയധികം പുറകോട്ട് പോയ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത് ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം, തൃശ്ശൂർ നിയമസഭാ മണ്ഡലം, മണലൂർ മണ്ഡലം, അതിനോടൊപ്പം തന്നെ ചാലക്കുടി, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, അതൊക്കെ തന്നെ അവർ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളാണ്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആണെങ്കിലും പോളിംഗ് ശതമാനം അല്പം കുറവാണെങ്കിലും പലയിടങ്ങളിലും 79%-ത്തിലേറെ, 80-ന് തൊട്ടടുത്തൊക്കെ വരെ എത്തിയിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് വലിയ പ്രതീക്ഷയിൽ മുന്നണികൾ മുന്നോട്ട് പോകുന്ന MS ലിഷോയാണ് വിശദവിവരങ്ങൾ നൽകിയത്.